നമ്മൾ നേരത്തെ നവീൻ ബാബുവിന്റെ മരണത്തിലുള്ള അന്വേഷണ സംഘം കുറ്റപത്രം സമർപ്പിച്ചിരുന്നതിന്റെ കൂടുതൽ വിശദാംശങ്ങൾ ഇപ്പോൾ ലഭ്യമായിട്ടുണ്ട്. കണ്ണൂർ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിലാണ് കുറ്റപത്രം സമർപ്പിച്ചത്. ദിവ്യയുടെ ആരോപണം സാധൂകരിക്കുന്ന സാഹചര്യ തെളിവുകളും കുറ്റപത്രത്തിലുണ്ട്. അരുൺ പൂപ്പറമ്പയുണ്ട് വിശദാംശങ്ങളുമായി. അരുൺ, കുറ്റപത്രത്തിൽ പറയുന്ന തെളിവുകൾ, അവയുടെ പ്രാധാന്യം എന്തൊക്കെയാണ്? 500-ലേറെ പേജുള്ള കുറ്റപത്രമാണ്, വിശദമായ കുറ്റപത്രമാണ് പ്രത്യേക അന്വേഷണ സംഘം കോടതിയിൽ, കണ്ണൂർ മജിസ്ട്രേറ്റ് കോടതിയിൽ സമർപ്പിച്ചത്. അതിൽ 72 പേരുടെ സാക്ഷികളുടെ മൊഴിയാണ് രേഖപ്പെടുത്തിയതെന്ന് ആ കുറ്റപത്രത്തിലൂടെ വ്യക്തമായിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഫോൺ രേഖകൾ, CCTV ദൃശ്യങ്ങൾ അടക്കമുള്ള ശാസ്ത്രീയ തെളിവുകളും അടക്കമാണ് ഇപ്പോൾ കുറ്റപത്രം അന്വേഷണ സംഘം സമർപ്പിച്ചിട്ടുള്ളത്. അതിൽ കൂടുതൽ അതിൻ്റെ വിശദാംശങ്ങൾ കൂടി ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നുണ്ട്. പെട്രോൾ പമ്പിന് NOC നൽകിയിട്ടുള്ള പ്രശാന്തൻ ഈ കേസിൽ 43-ാം സാക്ഷിയായിട്ടാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. ആത്മഹത്യ ചെയ്തത് പുലർച്ചെ 4:56 രാവിലെ 8 മണിക്കുമിടയിലാണ് എന്നാണ് കുറ്റപത്രം പറയുന്നത്. അതോടൊപ്പം തുടർന്നുള്ള ഔദ്യോഗിക ജീവിതത്തിൽ ഗുരുതര വേട്ടയാടൽ ഉണ്ടാകുമെന്ന് നവീൻ ബാബു ഭയപ്പെട്ടു. ആത്മഹത്യ അല്ലാതെ അല്ലെങ്കിൽ മരണമല്ലാതെ മറ്റ് മാർഗമില്ല എന്ന ബോധ്യത്താലാണ് അത്തരമൊരു തീരുമാനമെടുത്തത് എന്നതുകൂടി ഈ കുറ്റപത്രത്തിൻ്റെ ആമുഖമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്തായാലും ഈ കേസിൽ PP ദിവ്യ മാത്രമാണ് പ്രതി. മറ്റൊരു പ്രതി ഈ കേസിലില്ല, ഏക പ്രതിയാണ്. കൃത്യമായ ആസൂത്രണം ഇതിൽ നടന്നിട്ടുണ്ട് എന്ന് തന്നെയാണ് കുറ്റപത്രം പറയുന്നത്. അതിൽ PP ദിവ്യ നേരത്തെ തന്നെ ജില്ലാ കളക്ടറുടെ ഈ സ്റ്റാഫിനെ വിളിച്ച് ഈ യാത്രയപ്പ് പരിപാടിയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ശേഖരിക്കുന്നത് മുതൽ പിന്നീട് ആ യാത്രയപ്പ് പരിപാടിയിലെത്തുന്നു. അതിനു മുമ്പ് പ്രാദേശിക ചാനലിന് ഈ ദൃശ്യം ചിത്രീകരിക്കുന്നതിന് വേണ്ടി നിർദ്ദേശം നൽകുന്നു. ഈ പരിപാടിക്ക് ശേഷം, ഈ അധിക്ഷേപം നടത്തിയ പരിപാടിക്ക് ശേഷം ആ ദൃശ്യങ്ങൾ കൃത്യമായി ശേഖരിച്ച് അത് തൻ്റെ ഫോണിൽ തന്നെ പ്രചരിപ്പിക്കുകയും ചെയ്യുന്നു. അതാണ് ഈ പോലീസ് അന്വേഷണ സംഘം ഇതിൽ ആസൂത്രിതമായി ഇത് നടത്തിയതാണ്, അല്ലെങ്കിൽ ഈ അധിക്ഷേപം നടത്തിയതാണ് എന്ന് പറയുന്നതിന് വേണ്ടി പോലീസ് ചൂണ്ടിക്കാണിക്കുന്ന പ്രധാനപ്പെട്ട തെളിവുകൾ അതാണ്. പക്ഷേ അപ്പോഴും ഇതിൽ നേരത്തെ ഞാൻ സൂചിപ്പിച്ച പോലെ തന്നെ നവീൻ ബാബുവിൻ്റെ കുടുംബം ആവശ്യപ്പെട്ട അല്ലെങ്കിൽ അവർ ഉന്നയിച്ച ആരോപണങ്ങളിലേക്ക് ഈ പ്രത്യേക അന്വേഷണ സംഘത്തിൻ്റെ അവരുടെ അന്വേഷണം പോയിട്ടുണ്ടോ എന്ന കാര്യത്തിൽ സംശയമുണ്ട്. നിലവിൽ കുറ്റപത്രത്തിൽ മറ്റെന്തെങ്കിലും ഒരു പരാമർശം, അതായത് പ്രത്യേകിച്ച് TV പ്രശാന്തനെ ഈ പ്രതി ചേർക്കുക അല്ലെങ്കിൽ ഈ വ്യാജ കൈക്കൂലി പരാതി, ഇതിൽ പ്രത്യേക അന്വേഷണ സംഘത്തിൻ്റെയും നേരത്തെ റവന്യൂ വകുപ്പിൻ്റെ അന്വേഷണത്തിലെല്ലാം കണ്ടെത്തിയ ഒരു പ്രധാനപ്പെട്ട കാര്യം, നവീൻ ബാബു കൈക്കൂലി വാങ്ങിയതിൽ ഒരു തെളിവുമില്ല. അതായത് ഈ നേരത്തെ TV പ്രശാന്തൻ ആരോപിച്ചതുപോലെ ഈ ക്വാർട്ടേഴ്സിലെത്തി പണം കൈമാറി, അതിനുവേണ്ടി തൻ്റെ സ്വർണം പണയം വെച്ച് പണം കൈമാറി എന്നൊക്കെ ഇതിലുള്ള വാദങ്ങൾ ഉന്നയിച്ചിരുന്നു. അതിനൊന്നും തെളിവില്ല എന്ന് നേരത്തെ റവന്യൂ വകുപ്പിൻ്റെ അന്വേഷണത്തിലും അതോടൊപ്പം തന്നെ SITയുടെ പ്രത്യേക അന്വേഷണ സംഘത്തിൻ്റെ അന്വേഷണത്തിലും അത് കണ്ടെത്തലായി പുറത്തു വരുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായും വ്യാജ പരാതി ആർക്കു വേണ്ടിയാണ് TV പ്രശാന്തൻ സൃഷ്ടിച്ചത് എന്ന, പ്രത്യേകിച്ച് മുഖ്യമന്ത്രിക്കും വിജിലൻസിനും നൽകിയെന്ന് പറയുന്ന പരാതി, അതെങ്ങനെ സൃഷ്ടിച്ചു, അത് ആർക്കു വേണ്ടി സൃഷ്ടിച്ചു എന്ന കാര്യം അതിൽ പുറത്തു വരേണ്ടതുണ്ട്. ആ തലങ്ങളിലേക്ക് അന്വേഷണം പോയതായി നിലവിൽ കുറ്റപത്രത്തിലൂടെ നമുക്ക് മനസ്സിലാകുന്നില്ല, അങ്ങനെ ബോധ്യപ്പെടുന്നില്ല. അങ്ങനെയാണെങ്കിൽ നവീൻ ബാബുവിൻ്റെ കുടുംബം ആരോപിച്ചതുപോലെ, അവർ ആവശ്യപ്പെട്ടതുപോലെ ഈ SITയുടെ അന്വേഷണത്തിനപ്പുറത്തേക്കുള്ളൊരു അന്വേഷണം വേണം എന്നൊരാവശ്യം അവർ ഉന്നയിച്ചിരുന്നു. അതിലേക്ക് തന്നെയാണോ ഇത് വിരൽ ചൂണ്ടുന്നത് എന്ന കാര്യം, അല്ലെങ്കിൽ വരും ദിവസങ്ങളിൽ അത് കൂടുതൽ ചർച്ചകൾക്ക് വിധേയമാകും എന്ന് തന്നെയാണ് നമുക്ക് ഇപ്പോൾ ഈ ഘട്ടത്തിൽ സംശയം പറയാൻ സാധിക്കുക. എന്തായാലും 500 പേജിലേറെയുള്ള വിശദമായ കുറ്റപത്രം ഇപ്പോൾ അന്വേഷണ സംഘം സമർപ്പിച്ചിരിക്കുകയാണ്. അപ്പോഴും അതിൽ ആസൂത്രണമുണ്ട് എന്ന് പറയുമ്പോഴും PP ദിവ്യ യാത്രയപ്പ് പരിപാടിയുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഒരു 2 ദിവസം കൊണ്ട് നടത്തിയ ഈ ആസൂത്രണം എന്നതിനപ്പുറത്തേക്ക് ഈ പെട്രോൾ പമ്പിൻ്റെ NOC നൽകുന്നതുമായി ബന്ധപ്പെട്ട് നേരത്തെ ഉയർന്നു വന്ന ബിനാമി ഇടപാടുകൾ, അത്തരം ആരോപണങ്ങളിലൊക്കെ അത്തരം തലങ്ങളിലേക്കുള്ള അല്ലെങ്കിൽ ഗൂഢാലോചന എന്ന് സംശയിക്കുന്ന രീതിയിലുള്ള അന്വേഷണം പോയിട്ടുണ്ടോ എന്ന് കുറ്റപത്രം പരിശോധിക്കുമ്പോൾ സംശയകരമായി തന്നെ നിലനിൽക്കുകയാണ്. ശരി, അരുൺ പൂപ്പറമ്പയാണ് വിശദാംശങ്ങളുമായി ചേർന്നത്.